الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങളൊക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് റബ്ബ് പഠിപ്പിച്ച മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. നമ്മള് ഗുഡ് ഹോപ്പ് സംവിധാനത്തിന്റെ കീഴിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ആമുഖം എന്നോണം ഒരു ക്ലാസ് നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. പലരും അത് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവാം. ഞാൻ പോലും മറന്നുപോയിട്ടുണ്ട്. എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത് എന്ന് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് ഒരു കിട്ടുന്നില്ല. എന്നിരുന്നാലും ഒന്നാമത്തെ ആ ക്ലാസ്സിൽ ഹജ്ജിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും സംസാരിച്ചത്. എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്, ഹജ്ജ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ആ ക്ലാസ്സിൽ നമ്മളൊക്കെ സൂചിപ്പിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഗതി, ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലേക്ക് ഇങ്ങോട്ട് ഈമാൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ചാണ്. കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുറേ തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ആകുലതയായി ഉത്കണ്ഠയായിട്ടൊക്കെ പങ്കുവെക്കാറുള്ളത്. സത്യത്തിൽ അതൊരു വിശ്വാസിയുടെ അടയാളം തന്നെയാണ്. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർമ്മയുണ്ടാവുക, ആ തെറ്റുകളെ കുറിച്ച് കുറ്റബോധമുണ്ടാവുക, ആ തെറ്റുകളുടെ കാര്യത്തിൽ പേടിയുണ്ടാവുക, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. നമ്മുടെ മനസ്സിലൊക്കെ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കടം, ശത്രുക്കൾ, രോഗങ്ങൾ, ഇതൊക്കെ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭൗതികമായ സംഗതികളാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ തെറ്റുകളെ തന്നെയാണ്. കാരണം ഭൗതികമായിട്ടുണ്ടാകുന്ന ഏതൊരു പ്രയാസങ്ങളും അത് കുറച്ചു കഴിഞ്ഞാൽ മാറും. മാറിയിട്ടില്ലെങ്കിൽ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾക്കൊരു പരിധിയുണ്ട്. എത്ര വലിയ മാരകമായ രോഗം പിടികൂടിയാലും മരിക്കും, അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ, അല്ലേ? എന്നാൽ തെറ്റുകളുടെ അവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും അതിൻ്റെ വേദനകളും അതിൻ്റെ പ്രയാസങ്ങളും മരണത്തിനപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതാണ്.
നമ്മുടെ മരണസമയത്ത്, പിന്നീടുള്ള ബർസഖി ജീവിതത്തിൽ, പിന്നെ മഅ്ശറയിൽ, പിന്നെ നരകത്തിൽ, അതങ്ങനെ നീണ്ടു പോവാണ് ആ വേദനകൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സംഗതി ഇതന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം. ഇന്നി അതൂബു ഫിൽ യൗമി അക്തറു മിൻ മിയത്തി മറ. ഞാൻ, റസൂൽ പറയാണ്, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും 100-ലേറെ പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം, ചെറുതോ വലുതോ ആയ ഒരു തെറ്റും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സകല തെറ്റുകളിൽ നിന്നും സംരക്ഷിതനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ 100-ലേറെ പ്രാവശ്യം തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോകാതിരിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഹജ്ജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പാപമോചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ ഹജ്ജു ചെയ്താൽ ആ ഹജ്ജ് ശരിയായ ഹജ്ജായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടാൽ വലദതുഹു ഉമ്മുഹു, ആ ഹജ്ജ് കഴിഞ്ഞ് അവൻ മടങ്ങുന്നത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസത്തിൽ അവൻ എങ്ങനെയായിരുന്നോ അതുപോലെയാണ്. ഒരു തെറ്റുകളുമില്ലാതെ ജനിച്ചു വീണ ഒരു കുട്ടി എത്ര നിഷ്കളങ്കനായിരിക്കുമോ അതുപോലെ ആയിരിക്കും അവൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുക എന്നാണ്. അപ്പൊ ഹജ്ജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാപമോചനം തന്നെയാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ മനസ്സിൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത് ഈ പാപമോചനവും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്വർഗവുമാണ്. മറ്റുള്ള ഹാജിയാവാനോ ഹജ്ജുമയാവാനോ അല്ലെങ്കിൽ അവിടെയുള്ള കുടുംബക്കാരെ പോയി കാണാനോ മക്കളെ കാണാനോ അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും പോയിട്ടുണ്ട് ഇനി ഞാൻ മാത്രമേ പോകാൻ ബാക്കിയുള്ളൂ, ഈ ജാതി ഉദ്ദേശങ്ങളൊന്നുമല്ല. അതൊക്കെ നമ്മുടെ ഹജ്ജിന്റെ പ്രതിഫലത്തെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. പാപങ്ങൾ പുറത്തു കിട്ടണം നമ്മുടെ ഹജ്ജ് സ്വീകരിക്കുന്നതിലൂടെ. അതിലൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഹജ്ജിലൂടെ നമ്മൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഒരു ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇതര കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹജ്ജിന്റെ സവിശേഷത, അതിന് നിർണയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, നിർണയിക്കപ്പെട്ട സമയങ്ങളുണ്ട് എന്നതാണ്. വേറെ ഏത് കർമ്മവും, ഇപ്പോ നിസ്കാരം, അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ അത് സ്ഥലങ്ങൾ അത് നിഷിദ്ധമാക്കാത്ത ഏത് സ്ഥലത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാം. നോമ്പിന് ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്ക് എവിടെ വെച്ചും ആ നോമ്പ് നിർവഹിക്കാം. സക്കാത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹജ്ജ് എന്ന കർമ്മം അങ്ങനെയല്ല. അത് ഏതെങ്കിലും കാലത്ത് പോയി ചെയ്യാൻ പറ്റൂല, ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പറ്റൂല, ഏതെങ്കിലും സമയത്ത് പോയി ചെയ്യാൻ പറ്റൂല. അതിന് കൃത്യമായ മീഖാത്തുകളുണ്ട്. മീഖാത്ത് എന്ന അറബി പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നിശ്ചയിക്കപ്പെട്ട സമയം, മറ്റൊന്ന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം. ഈ രണ്ടിനും മീഖാത്ത് എന്ന പദപ്രയോഗം അറബി ഭാഷയിൽ നടത്തും. ഹജ്ജിനെ സംബന്ധിച്ച് അതിന്റെ കാര്യങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്, കാലമുണ്ട്. ഹജ്ജിന്റെ മാസങ്ങളായിട്ട് 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങളായിട്ട് പഠിപ്പിച്ചത്. ഹജ്ജിന്റെ മാസങ്ങൾ, അഷ്ഹറുൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങൾ ഏതൊക്കെയാണ്? ഹജ്ജിന്റെ മാസങ്ങൾ ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്ന്
പരിചയപ്പെടുത്തി തന്ന 3 മാസങ്ങൾ. ഒരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം നിർവഹിക്കുമ്പോൾ ഈ 3 മാസങ്ങളിലാവണം അയാളുടെ ഇഹ്റാം. ഇതല്ലാത്ത മാസത്തിൽ ഒരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അത് ഹജ്ജിന്റെ ഇഹ്റാമായിട്ട് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് ഷവ്വാൽ, നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഷവ്വാൽ, അതിന്റെ ശേഷം വരുന്ന ദുൽഖഅദ അഥവാ അറബി ഹിജ്റ വർഷത്തിലെ 11ാമത്തെ മാസം, ദുൽഹിജ്ജ 12ാമത്തെ മാസം. അതായത് ഹിജ്റ വർഷത്തിലെ 10, 11, 12 ഈ 3 മാസങ്ങളെയാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെ ഹജ്ജിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്. ഹജ്ജിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളാണ്. 8 ദുൽഹജ്ജ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളാണ് ഹജ്ജിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ. ദുൽഹജ്ജ് 8 അന്ന് ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയ ഓരോ ഹാജിയും മിനയിലേക്ക് പുറപ്പെടേണ്ട ദിവസമാണത്. യൗമു തെർവിയ എന്നാണ് ആ ദിവസത്തിന് പറയുന്ന പേര്. ആവശ്യമായ യൗമു തെർവിയ എന്ന് പറഞ്ഞാൽ റെഡി ആവേണ്ട ഒരുക്കത്തിന്റെ ദിവസം എന്നാ. ഹജ്ജിനാവശ്യമായ വെള്ളമൊക്കെ, പണ്ടത്തെ കാലത്ത് വെള്ളമൊക്കെ സംഭരിച്ചു വെച്ച് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് പുറപ്പെടുകയാണ്, മിനയിലേക്ക് പുറപ്പെടുകയാണ്. ആ ദിവസത്തിന് യൗമു തെർവിയ എന്നാണ് പറയാ. തെർവിയ, താ റാ വാ യാ, യൗമു തെർവിയ. അത് ദുൽഹജ്ജ് 8 അപ്പൊ ദുൽഹജ്ജ് 8 ഹാജിമാർ രാവിലെ മുതൽ തന്നെ മിനയിലേക്ക് പുറപ്പെടും. നമ്മളും ഇൻഷാ അല്ലാഹ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ നേരത്തെ ഉംറ ചെയ്ത് നമ്മുടെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മൾ മക്കയിൽ താമസിക്കുന്ന ദിവസങ്ങളായിരിക്കും അപ്പോഴൊക്കെ. അങ്ങനെ മക്കയിൽ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കെ ദുൽഹജ്ജ് 8 വരുമ്പോൾ അന്ന് രാവിലെ നമ്മൾ കുളിച്ച് നല്ല ഉഷാറായിട്ട് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച്, ഇൻഷാ അല്ലാഹ് അതിന്റെ ഇഹ്റാമിന്റെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനതിങ്ങനെ അതിന്റെ കർമ്മങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോവാണ്. അപ്പൊ ദുൽഹജ്ജ് 8 നമ്മൾ മക്കയിൽ നിന്ന് നമ്മുടെ ഹജ്ജിന് നമ്മുടെ ഏജൻസികൾ, നമ്മുടെ ഹജ്ജിന്റെ അവിടുത്തെ സൗദി അറേബ്യ നിശ്ചയിച്ച ഏജൻസികൾ നമുക്ക് ആവശ്യമായ വാഹന സൗകര്യം ഒരുക്കി തരുമ്പോൾ നമ്മൾ ദുൽഹജ്ജ് 8 മിക്കവാറും രാവിലെ തന്നെ നമ്മൾ മിനയിലേക്ക് പുറപ്പെടും. യൗമു തെർവിയ 8. ദുൽഹജ്ജ് 9 യൗമു അറഫ എന്നാണ് അറിയപ്പെടുക. യൗമു അറഫ എന്ന് പറഞ്ഞാൽ അന്ന് ഹാജിമാർ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടേണ്ട ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചയോടുകൂടി അറഫയിലെത്തി. പ്രവാചകന്റെ അറഫയിലെ ഒരു ഹാജിമാരുടെ ഒരുമിച്ച് കൂടൽ അത് നടക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 8, 9. അതുകൊണ്ട് ദുൽഹജ്ജ് 9 യൗമു അറഫ എന്നാണ് പറയാം. അതിന്റെ പകൽ സമയം സൂര്യാസ്തമയം വരെ എല്ലാ ഹാജിമാരും ഇൻഷാ അല്ലാഹ് നമ്മളും അറഫയിൽ നമുക്ക് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തായിരിക്കും ആ പകൽ ആരാധനകളിലും പ്രാർത്ഥനകളിലുമായി നമ്മൾ പിന്നെ അറഫയിൽ ഉണ്ടാവും ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 10 എന്ന് പറയുന്നത് യൗമുൻ നഹർ, ഹജ്ജുൽ അക്ബർ എന്നൊക്കെ പറയും. ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 10. യൗമുൻ നഹർ എന്ന് പറയും. അത് ബലിയെറുക്കേണ്ട ദിവസമാണ് എന്നുള്ളതുകൊണ്ടാണ്. ദുൽഹജ്ജ് 10 ഹജ്ജിലെ പ്രധാനപ്പെട്ട 4 കർമ്മങ്ങൾ, ഒരു ജംറയിൽ കല്ലെറിയണം, അതേപോലെ തന്നെ ബലിയെറുക്കണം, അതുപോലെ മക്കയിൽ പോയി ഹജ്ജിന്റെ തവാഫ് ചെയ്യണം, അതേപോലെ ഹജ്ജിന്റെ സഅയ് നടത്തണം. ഈ 4 കാര്യങ്ങൾ ചെയ്യേണ്ട ഹജ്ജിലെ ഏറ്റവും തിരക്കു പിടിച്ച ദിവസം എന്ന് വേണമെങ്കിൽ ദുൽഹജ്ജ് 10 നമുക്ക് വിശേഷിപ്പിക്കാം. യൗമുൻ നഹർ. 11, 12, 13 അയ്യാമു തശ്രീഖ് എന്നാണ് അറിയപ്പെടുക.
അയ്യാമുത്തശ്രീഖ്. അയ്യാമുത്തശ്രീഖിന്റെ ദിവസങ്ങളിൽ നമ്മൾ മിനയിൽ പാർത്ത് എല്ലാ ദിവസവും ളുഹ്ർ നിസ്കാരത്തിന് ശേഷം 3 ജംറകളിൽ 7 കല്ലുകൾ വീതം എറിയണം. അയ്യാമുത്തശ്രീഖിന്റെ ദിവസങ്ങളിൽ ആ ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ഹജ്ജിന്റെ കർമ്മമായിട്ട് മിനയിൽ താമസിക്കുന്നുണ്ട്. ളുഹ്ർ നമസ്കാരാനന്തരം നമ്മൾ ജംറയിൽ പോകും. ഓരോ ജംറയിലും 7 കല്ലുകൾ വീതം എറിയും. 3 ജംറയിൽ 21 കല്ലുകൾ എറിഞ്ഞ് നമ്മൾ നമ്മുടെ മിനായിലെ ടെന്റിലേക്ക് തിരിച്ചു വരും. പിന്നെ നിസ്കാരവും ആരാധനകളൊക്കെ ആയിട്ട് അവിടെ കഴിച്ചുകൂടും. 12-ന് പിന്നെയും നമ്മൾ അതേപോലെ എറിയാൻ പോകും. ഏറ് കഴിഞ്ഞ് തിരിച്ചു വരും. 13-ന് വീണ്ടും നമ്മൾ എറിയാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മക്കയിലേക്ക് മടങ്ങും. ഇനി ഏതെങ്കിലും ആളുകൾക്ക് ഇത്തിരി ധൃതിയോ രോഗത്തിന്റെയോ യാത്രയുടെയോ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ 12-നു തന്നെ അവരുടെ ഏറ് അവസാനിപ്പിച്ച് അവർക്ക് മക്കയിലേക്ക് മടങ്ങാം. നമ്മൾ സാധാരണ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾ അയ്യാമുത്തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും മിനയിൽ തങ്ങുകയും 3-ാമത്തെ ദിവസം കല്ലേറിന് ശേഷം മാത്രമാണ് നമ്മൾ മക്കയിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങാറുള്ളത്. അപ്പൊ ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത് 3 മാസങ്ങൾ. ഹിജ്റ കലണ്ടറിലെ 10, 11, 12 മാസങ്ങൾ. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9, 10, 11, 12, 13. നമ്മുടെ കലണ്ടറിലൊക്കെ നോക്കിയിട്ട് ഏകദേശം ഈ ദിവസങ്ങൾ എന്തൊക്കെയാണ് വരിക, മാസപ്പിറവി കാണേണ്ടതുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മാസപ്പിറവി കണക്കുകൂട്ടുക. എങ്കിലും ഏകദേശം ഈ ദുൽഹജ്ജ് മാസത്തിലെ ഏത് ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാവുക എന്നുള്ളത് ഒരേകദേശ രൂപം നമുക്ക് നമ്മുടെ കലണ്ടറുകൾ നോക്കിയാൽ നമുക്ക് ലഭിക്കും. അപ്പൊ ഇതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാലവും സമയവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സമയങ്ങൾ. ഇനി ഹജ്ജിന്റെ മീഖാത്ത്, സ്ഥലവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോഴുള്ള മീഖാത്ത്, ഹജ്ജിനു വേണ്ടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ തന്നെ അല്ലാഹു തആല 5 സ്ഥലങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. 5 സ്ഥലങ്ങൾ. ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാവട്ടെ, ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 5-ൽ ഒരു സ്ഥലത്തിനെ ഉദ്ദേശിച്ച് നമ്മൾ വരണം. ആ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഹജ്ജിന്റെ തുടക്കമായ ഇഹ്റാം എന്ന കർമ്മം ആരംഭിക്കുന്നത്. മീഖാത്ത് എന്ന വാക്കിന് നിർണിതമായ സ്ഥലം എന്നാണ് അർത്ഥം. ഈ സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ ഹജ്ജുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലം മുതലേ ഹജ്ജുണ്ട്. ആ കാലത്തെ ഈ സ്ഥലങ്ങൾ നിർണിതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായ ഈ സ്ഥലത്തിന്റെ അതിർത്തിയും പരിധിയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് മുതൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലം വരെ ആ സ്ഥലങ്ങൾ കൃത്യമായി അതിന്റെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യൻ ഭരണകൂടം, ഹജ്ജുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി ഈ സ്ഥലങ്ങളിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശാലമായ സൗകര്യങ്ങൾ ഹാജിമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെ നമുക്ക് ഒറ്റയടിക്ക് മീഖാത്ത് എന്ന് പറയാം. ഈ മീഖാത്തുകൾ 5 മീഖാത്തുകൾ. ഒന്ന്, മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ, മദീനയുടെ ഭാഗത്തുകൂടെ വരുന്ന, ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും മദീന ആ ഭാഗത്തൂടെ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് അബിയാർ അലി എന്ന് ഇപ്പൊ അറിയപ്പെടുന്ന, പ്രവാചകന്റെ കാലത്ത് ദുൽഹുലൈഫ എന്ന് പേരുണ്ടായിരുന്ന സ്ഥലം, ഏകദേശം നമ്മുടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ അബിയാർ അലിയിലെത്താം. ആബാർ അലി എന്ന് പറയും, അബിയാർ അലി എന്ന് പറയാം. അതിന്റെ പഴയ പേര് ദുൽ ഹുലൈഫ എന്നാണ്. അതാണ് മദീനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന, ആ പ്രദേശത്തു കൂടി ആ ഭാഗത്ത്, ലോകത്തിന്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ആളുകൾക്കുമുള്ള മീഖാത്ത് അവിടെയാണ്. അവിടെ വെച്ച് അവർ ഞാൻ ഹജ്ജിന് ഉദ്ദേശിക്കുന്നു, ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഇഹ്റാമിന്റെ
നീയത്തോടുകൂടി അത് മനസ്സിൽ വിചാരിച്ച് അത് പ്രഖ്യാപിച്ച് അവർ ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ ഉംറയുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കണം. അബിയാർ അലി. രണ്ടാമത്തേത് ഇതൊക്കെ. രണ്ടാമത്തേത് ജുഹ്ഫാണ്. ജുഹ്ഫ എന്ന് പറഞ്ഞാല് മിസ്ർ. ഹലോ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈജിപ്ത് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീഖാത്താണ് ജുഹ്ഫ. ഇന്നിപ്പോ റാബക്ക് ഭാഗത്ത് നിന്ന് തബൂക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ജുഹ്ഫയിലൂടെയാണ് കടന്നു വരിക. മൂന്നാമത്തേത് ഖർനുൽ മനാസിൽ എന്ന് പറയും. ത്വായിഫ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ, അതേപോലെ മറ്റു എമിറേറ്റുകളിൽ നിന്ന്, പിന്നെ UAE പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ഇനി സൗദി അറേബ്യയിൽ തന്നെ റിയാദ്, ദമാം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വരുന്ന ആളുകൾ, വിമാനമാർഗം വരുന്ന ആളുകളൊക്കെ ഈ ത്വായിഫിന്റെ ഭാഗത്തു കൂടി അവര് ഖർനുൽ മനാസിൽ, സെയ്ലുൽ കബീർ എന്ന് ഇന്ന് വിളിക്കുന്ന, പണ്ട് ഖർനുൽ മനാസിൽ എന്ന് വിളിക്കുന്ന ആ പ്രദേശമാണ് അവരുടെ മീഖാത്ത്. നാലാമത്തേത് ദാത്തു ഇർഖ്ന അൽ-ഗരീബ എന്ന് പറയും. അതായത് ഇറാഖ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് നിർണയിക്കപ്പെട്ട മീഖാത്താണ്. അഞ്ചാമത്തേത് യലംലം അസഅദിയ എന്നപ്പ പറയാം. ഈ യലംലം നമ്മളൊക്കെ പഠിച്ചില്ല, നമ്മൾ ഇന്ത്യക്കാരായ ആളുകളൊക്കെ യമൻ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അവരൊക്കെ യലംലം എന്ന പ്രദേശത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സ്ഥലം അഥവാ മീഖാത്ത് നിർണിതമാണ്. മറ്റൊന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സ്ഥലങ്ങള്: 1 മക്ക, 2 മിന, 3 മുസ്ദലിഫ, 4 അറഫ. ഈ 4 പ്രദേശങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുക. തുടങ്ങുന്നത് മിനയിൽ നിന്നാണ്. ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9 അറഫയിലാണ്. ആ 9 രാത്രിയിൽ നമ്മൾ മുസ്ദലിഫയിലെത്തും. ദുൽഹജ്ജ് 10 വീണ്ടും നമ്മൾ മിനയിലെത്തും. 11, 12, 13 നമ്മൾ മിനയിലായിരിക്കും. അത് കഴിഞ്ഞ് മക്കയിലെത്തി തവാഫും സഅയും ഒക്കെ നിർവഹിച്ച് നമ്മൾ ഹജ്ജ് അവസാനിപ്പിക്കും. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ 4: 1 മക്ക, പ്രധാനമായിട്ടും മക്ക. മറ്റ് 3 പ്രദേശങ്ങൾ മക്കയുടെ പരിസരങ്ങളുള്ള ഒരു 15-20 കിലോമീറ്റർ ആണ് അറഫയിലേക്ക്. അതിന്റെ കുറച്ച് അടുത്താണ് മുസ്ദലിഫ. അതിന്റെ വീണ്ടും അടുത്താണ് മിന. മിനയും മക്കയും തമ്മിൽ ഏകദേശം ഒരു 5 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. അപ്പൊ ഈ 3 പ്രദേശങ്ങൾ, അറഫ, മിന, മുസ്ദലിഫ, ഈ 3 പ്രദേശങ്ങളും മക്കയും കഅബയും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഹജ്ജിന്റെ സ്ഥലങ്ങൾ പൂർണ്ണമാകുന്നത്. ഇത് നമ്മൾ ഒന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്ത് പോരുക, അതിനപ്പുറത്തേക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല. നമുക്ക് ക്ലാസ്സുകൾ കുറച്ച് അധികം എടുക്കാൻ സമയമുള്ളത് കൊണ്ട് തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ നേർക്കുനേർ തന്നെ എടുക്കും. ഇത് അതിനു മുമ്പ് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ കുറച്ച് വിശാലമായിട്ട് തന്നെ പറയുന്നത്. അപ്പോ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഈ സ്ഥലങ്ങളും ഈ സമയങ്ങളും അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിൽ മാറ്റം വരുത്താനോ അതിന്റെ രൂപങ്ങളിൽ മാറ്റം വരുത്താനോ അതിർത്തികളിൽ മാറ്റം വരുത്താനോ ഒന്നും ഒരാൾക്കും അധികാരമില്ല എന്നർത്ഥം. അത് അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത നിയമങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ പറഞ്ഞു തന്നത് അതനുസരിച്ച് തന്നെയാണ് പ്രവാചകൻ എങ്ങനെയാണോ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തത്, അതെവിടെയാണോ ചെയ്തത് അതനുസരിച്ച് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നതും അതിനു തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നതും. മക്കയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാവുന്ന സങ്കടകരമായ ഒരു അവസ്ഥ, പല രൂപത്തിലും പല കോലത്തിലും ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില ആളുകൾ തന്നെ കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടാതെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്ത് അവർ പ്രയാസപ്പെടുന്നു നമുക്ക് കാണാം. കുറച്ച് പൈസയൊക്കെ ലാഭമുണ്ട് എന്നൊക്കെ വിചാരിച്ച് ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില വഴിക്ക് ചെയ്യുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളും അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളുമൊക്കെ സങ്കടകരമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക്
പ്രവേശിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് 3 രൂപത്തിൽ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ പറ്റും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 3 രൂപത്തിലാണ് ഹജ്ജ് നിർവഹിക്കാൻ പറ്റുക. ഈ 3 രൂപവും ഉംറയുമായി ബന്ധപ്പെട്ടാണ് ഈ 3 രൂപങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഒരു ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചാണല്ലോ പോകുന്നത്. ഒരു ഹജ്ജ് നിർബന്ധമായ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ഉംറയും നിർബന്ധമാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉംറയും നിർവഹിക്കാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഹജ്ജിന്റെ രൂപം പഠിപ്പിക്കുമ്പോൾ ആ ഹജ്ജിന്റെ കൂടെ ഉംറയും കൂടി നിർവഹിച്ചാണ് പ്രവാചകൻ ആ ഹജ്ജിന്റെ രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഹജ്ജിന്റെ 3 രൂപങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഒന്നാമത്തേത് തമത്തുഅ് എന്ന പറയും. തമത്തുഅ് ഹജ്ജിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്ന് പഠിപ്പിച്ചത് ഈ രൂപത്തെയാണ്, തമത്തുഅ്. അതുകൊണ്ട് തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഈ തമത്തുഅ് എന്ന രൂപമാണ്. തമത്തുഅ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു തരത്തിൽ ആസ്വാദനം എന്നാണ്. ആനന്ദം ലഭിക്കുക, ആസ്വാദനം എടുക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു ആശയം ആ പേരിന് വരാനുള്ള കാരണം, ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തി ഹജ്ജ് മാസത്തിൽ, ഹജ്ജ് മാസം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ, ഈ മാസത്തിന്റെ ഉള്ളിൽ ഹജ്ജിന്റെ മുമ്പായി അയാൾ ഒരു ഉംറ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ മീഖാത്തിൽ വെച്ച് ആദ്യം ഉംറക്ക് വേണ്ടിയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ഉംറക്ക് വേണ്ടി എന്ന രൂപത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് അദ്ദേഹം മക്കയിലെത്തി ഉംറ നിർവഹിക്കുന്നു. മക്കയിലെത്തി, ഹജ്ജിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മക്കയിലെത്തി ഉംറ നിർവഹിക്കുന്നു. ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ ഉംറയുടെ അവസാനത്തെ കർമ്മം കഴിഞ്ഞ് മുടി വെട്ടി അയാൾ തഹല്ലുലാകുന്നു. ഫ്രീ ആയി തഹല്ലുലാവുക എന്ന് പറഞ്ഞാല് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള എല്ലാ നിബന്ധനകളിൽ നിന്നും അയാൾ പുറത്തു കടന്ന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് അയാൾക്ക് പ്രവേശിക്കാം. ആ അവസ്ഥയിൽ അയാൾ മക്കയിൽ തങ്ങുന്നു. മക്കയുടെ പുറത്തു പോകാതെ അയാൾ മക്കയിൽ തന്നെ താമസിക്കുന്നു. സാധാരണ പോലെ നമ്മളെല്ലാ കാര്യങ്ങളും സാധാരണ ജീവിതം നയിച്ച് മക്കയിൽ താമസിക്കുന്നു. എന്നിട്ട് ഹജ്ജിന്റെ ദിവസം ആരംഭിക്കുമ്പോൾ, അഥവാ ദുൽഹജ്ജ് 8-ന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ഹജ്ജിന് വേണ്ടി അയാൾ മിനയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള ഹജ്ജിന് പറയുന്ന പേരാണ് തമത്തുആയി നിർവഹിക്കുന്ന ഹജ്ജ്. അതായത് ഉംറ കഴിഞ്ഞ് ഹജ്ജിന്റെ ഇടയിലുള്ള ആ ഇടവേള മക്കയിൽ ഒരു സാധാരണ ജീവിതം ആസ്വദിച്ച് ഹജ്ജിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം ഹജ്ജിന് വേണ്ടി അദ്ദേഹം താമസിക്കുന്നിടത്ത് പിന്നെ മീഖാത്തിലൊന്നും പോണ്ട, മക്കയിൽ താമസിക്കുന്ന ഇടത്ത് നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് ദുൽഹജ്ജ് 8-ന് പുറപ്പെടുക. ഹജ്ജിലെ ഏറ്റവും മനോഹരമായ രൂപവും ഇതാണ്, ഏറ്റവും പ്രതിഫലാർഹമായ രൂപവും ഇതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തമത്തുആയിട്ട് ഹജ്ജ് ചെയ്യുക എന്ന് പറയാം. നമ്മളും ഇൻഷാ അല്ലാഹ് ഈ രൂപമാണ് നമ്മുടെ ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത്. രണ്ടാമത്തേത് ഖിറാൻ. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നുണ്ട്. അയാൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു, എന്നിട്ട് മക്കയിലെത്തി ഉംറ ചെയ്തു. പക്ഷേ ആ ഉംറയിൽ നിന്ന് തഹല്ലുലാവാതെ, അതായത് ഉംറയിൽ നിന്ന് മുടി വെട്ടി ഉംറയുടെ ആ നിയമങ്ങളിൽ നിന്ന് പുറത്തു കടക്കാതെ ഇഹ്റാമിന്റെ നിബന്ധനയോടുകൂടി തന്നെ ഇഹ്റാമിന്റെ വേഷത്തിൽ തന്നെ അയാൾ മക്കയിൽ താമസിക്കുകയാണ്. എന്നിട്ട് ആ മക്കയിൽ താമസിക്കുന്ന വ്യക്തി ആ ഇഹ്റാമിൽ നിന്ന് പുറത്തു കടക്കുന്നില്ല. അദ്ദേഹം ആ ഇഹ്റാമോട് കൂടി തന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുക. ഈ രൂപത്തിന് പറയുന്ന പേരാണ് ഖിറാൻ എന്ന് പറയും. സാധാരണഗതിയിൽ ഹജ്ജിന്റെ തൊട്ടു മുമ്പൊക്കെ മക്കയിലെത്തുന്ന ആളുകളാണ് ഈ രീതി സ്വീകരിക്കാറുള്ളത്. ഇപ്പോ ആ സൗദി അറേബ്യയുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾ നമ്മൾ പോകുന്ന പോലെ 30 ദിവസമോ 20 ദിവസമോ ഒന്നല്ല പോവാ, ഒരു 4-5 ഒക്കെ ദിവസത്തിന്റെ ആ പരിധിയിലെ പോവാം.
അപ്പൊ അങ്ങനെ വരുന്ന ആളുകളാണ് കൂടുതലും ഈ രൂപം സ്വീകരിക്കാറുള്ളത്. മൂന്നാമത്തേത് ഇഫ്രാദ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം ഉദ്ദേശിച്ചു. അയാൾ ഉംറ നേരത്തെ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉംറ നിർബന്ധമായി വരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഹജ്ജ് മാത്രം ഉദ്ദേശിച്ച് ഹജ്ജിന് വേണ്ടി മാത്രമായി മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രീതിയാണ് ഇഫ്രാദ്. അപ്പോ തമത്തു, ഖിറാൻ, ഇഫ്രാദ്. തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് ആദ്യം ഉംറ ചെയ്ത് മക്കയിൽ അതിനുശേഷം സ്വസ്ഥമായി ജീവിച്ച് പിന്നീട് ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന് പോവാം. രണ്ടാമത്തേത് ഖിറാൻ, ഉംറ ചെയ്ത് തഹല്ലുലാവാതെ ഹജ്ജ് വരെ കാത്തിരുന്ന് ഹജ്ജിലേക്ക് നേരെ പ്രവേശിക്കുക. മൂന്നാമത്തേത് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം നിർവഹിക്കുക, ഉംറ ഇല്ലാതെ. ഈ മൂന്ന് രൂപങ്ങളിൽ ഒരു വ്യക്തിക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ പ്രതിഫലാർഹം എന്ന് പഠിപ്പിച്ച ഈ തമത്തു ആയ രൂപത്തിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതി, ഇഹ്റാമുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഹജ്ജിന് പുറപ്പെടുമ്പോ നിങ്ങൾ എവിടുന്നാണ് ഇഹ്റാം കെട്ടുന്നത്, എവിടുന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മീഖാത്തിൽ വെച്ചാണ്. നമ്മൾ പറഞ്ഞല്ലോ മീഖാത്തിന്റെ പ്രത്യേകത. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നത് ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങളിൽപ്പെട്ടതാണ്. ഒരാള് ഇഹ്റാമിൽ പ്രവേശിക്കാതെ മീഖാത്ത് വിട്ടുകടന്നു പോയാൽ അയാൾ തിരിച്ച് മീഖാത്തിൽ വരണം, എന്നിട്ട് അദ്ദേഹത്തിന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പോ അത് ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ഈ മീഖാത്തുകളെ കുറിച്ച് നമുക്ക് കാര്യമായ ഒരു ബോധം ഉണ്ടാവുക. നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിമാന വഴിയാണ്, ആകാശ വഴിയാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മീഖാത്ത്, നമ്മുടെ വിമാനം ഏത് വഴിക്ക് കടന്നു പോകുന്നുവോ ആ റൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ മീഖാത്ത്. അപ്പൊ നമ്മൾ ഏത് വഴിയിലൂടെയാണോ, ആകാശ വഴിയിലൂടെയാണോ കടന്നു പോകുന്നത്, ആ കടന്നു പോകുന്ന വഴിയിലുള്ള മീഖാത്ത് നമ്മുടെ വിമാനത്തിന്റെ പൈലറ്റ് നമ്മളെ അറിയിക്കും. വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു മീഖാത്തിൽ എത്തുന്നതിന്റെ ഒരു 30 മിനിറ്റ് മുമ്പേ പൈലറ്റിന്റെ ഒരു ശബ്ദ സന്ദേശം നമുക്ക് ലഭിക്കും. ഇനി മീഖാത്തിലേക്ക് 30 മിനിറ്റ് യാത്രാ ദൈർഘ്യമുണ്ട്. പിന്നീട് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു സന്ദേശം കൂടി ലഭിക്കും. ഇനി മീഖാത്തിലേക്ക് 5 മിനിറ്റ് നേരത്തെ യാത്രാ ദൈർഘ്യമുണ്ട്. ഈ സന്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. ആ നിശ്ചിത സമയത്ത് നമ്മൾ മീഖാത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന സമയത്ത് പൈലറ്റ് നമുക്ക് നൽകുന്ന ആ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കും. ജിദ്ദയിൽ ഇറങ്ങുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പായിരിക്കും നമ്മൾ ഈ മീഖാത്തിൽ എത്തിച്ചേരുക. പോകുന്ന യാത്രയിൽ നമ്മൾ കാണുന്ന വേറെ ചില രൂപങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ എയർപോർട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ച് അങ്ങനെ ദുആയൊക്കെ നടത്തിയിട്ട് അവിടെ വെച്ച് അവരുടെ കൂടെയുള്ള അമീറന്മാരോ ഉസ്താദുമാരോ ഒക്കെ ഈ നിയ്യത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവർ അവിടെ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതായി നമുക്ക് കാണാം. അത് പ്രവാചക ചര്യക്ക് വിരുദ്ധമായ രൂപമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത്. നമ്മളും ആ രൂപം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തമത്വമായി ഹജ്ജ് നിർവഹിക്കാൻ പുറപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഹജ്ജ് യാത്രയിലെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് ഉംറയായിരിക്കും. അതുകൊണ്ട് മീഖാത്തിൽ നിന്ന് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഉംറയ്ക്ക് വേണ്ടിയുള്ള നിയ്യത്തോടു കൂടിയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അത് മനസ്സിന്റെ ഡ്യൂട്ടിയാണ്. നവ എന്ന അറബി പദത്തിൽ നിന്ന്, നവ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, കരുതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. നിയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥം കരുതൽ, വിചാരിക്കൽ എന്നാണ്. ഈ കരുതലും വിചാരിക്കലും ഒക്കെ മനസ്സിന്റെ ഡ്യൂട്ടിയാണ്. എല്ലാ നിയ്യത്തും,
അത് മനസ്സിലാ വേണ്ടത്. നിസ്കാരാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഉംറയാവട്ടെ, ഏത് കർമ്മാവട്ടെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിയ്യത്ത് ഹജ്ജിനും ഉംറക്കുണ്ട്. പക്ഷെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒരു പ്രത്യേകത, ആ ഹജ്ജിന് വേണ്ടി നമ്മൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം കൂടി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിൽ നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ നാവ് കൊണ്ടൊരു പ്രഖ്യാപനം കൂടി നടത്തണം. ആ പ്രഖ്യാപനം ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ആവാം, അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവില്ല. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ലബ്ബൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം സാധാരണ വീട്ടിലൊക്കെ അറബി സംസാരിക്കുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ വാപ്പ അമ്മയൊക്കെ സ്നേഹത്തോടു കൂടി നമ്മളെ വിളിക്കുമ്പോ നമ്മൾ പറഞ്ഞ പ ഞാത വരുന്ന്, ഉമ്മ ഞാത വരുന്ന് എന്നൊക്കെ പറയില്ലേ, അതേ അർത്ഥമാണ് ലബ്ബൈക്ക് എന്ന പദത്തിന്റെ അർത്ഥം. ഞാനിതാ വരുന്നു. നമ്മളെ വിളിച്ചിട്ടുണ്ട് പണ്ട്, ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല കൽപ്പിച്ചതാണ് ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി മക്കയിൽ വരാൻ പറയാൻ. ഇബ്രാഹിം നബി അന്ന് പ്രഖ്യാപിച്ച്, അന്ന് വിളിച്ചത് ആ വിളി. ആ വിളിക്ക് ഉത്തരം നൽകാനാണ് നമ്മളിപ്പോ പോണേ. അതുകൊണ്ടാ പറഞ്ഞേ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അള്ളാഹുവേ, ഉംറയ്ക്ക് വേണ്ടി നിന്റെ വിളി കേട്ട് ഞാനിതാ വരുന്നു. നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, ഇൻഷാ അല്ലാഹ് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അവക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി വൃത്തിയായി കുളിക്കൽ സുന്നത്താണ്. ഒരു ജനാബത്ത് കുളിക്കുന്നത് പോലെ, ഒരു വലിയ അശുദ്ധിയുള്ള വ്യക്തി ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കുന്നത് പോലെ, അല്ലെ, മലമൂത്ര വിസർജന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പല്ല് തേച്ച് പിന്നെ ഒളു എടുത്ത് തല മുതൽ വെള്ളമൊഴിച്ച് വലതുഭാഗവും ഇടതുഭാഗവും അങ്ങനെ കാലുവരെ കഴുകി ഒരു വ്യക്തി നന്നായിട്ട് കുളിക്കുക. കുളിക്കുന്നതിന് മുമ്പ് അവന്റെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ, നഖം, അതേപോലെ നമ്മൾ കളയേണ്ട രോമങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി സമ്പൂർണമായ ഒരു കുളി കുളിക്കുക. അത് ഇഹ്റാമിന്റെ മുമ്പ് അങ്ങനെ കുളിക്കൽ പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ്. അതുപോലെ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രവാചകൻ കുളിച്ചിട്ടാണ് മക്കയിലേക്ക് പ്രവേശിച്ചത്. ഇത് നമുക്ക് അങ്ങനെ പറ്റൂല, പക്ഷെ നമുക്ക് ഹറമിലേക്ക് പോകും മുമ്പ് കുളിച്ച് പോകാൻ നമുക്ക് സൗകര്യമുണ്ടാവും. അപ്പൊ ഇഹ്റാമിന്റെ മുമ്പ് കുളിക്കുക എന്നത്, ഇനി ഒരാൾക്ക് കുളിക്കാൻ പറ്റിയില്ലെങ്കിലോ അയാളുടെ ഇഹ്റാമിനെ അതൊരു തലക്കും ബാധിക്കുന്നില്ല. അത് ഇഹ്റാമിന്റെ നിർബന്ധമായ ഒരു ഘടകമല്ല എന്നർത്ഥം. കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വിമാനത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ ഈ കുളി നമുക്ക് വീട്ടിൽ വെച്ച് കുളിക്കാം. നമ്മൾ വീട്ടിൽ വെച്ച് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുന്ന ആ കുളി ഉണ്ടല്ലോ, ആ കുളിയിൽ നമുക്കൊരു നിയ്യത്തുണ്ടായാൽ മതി. ഈ കുളി എൻ്റെ ഇഹ്റാമിന്റെ മുമ്പത്തെ കുളിയാണ് എന്ന നിയ്യത്തോടു കൂടി നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കുളിക്കാം. കുളിക്കും മുമ്പ് ശരീരത്തിലെ മുടിയും രോമങ്ങളും ഒക്കെ നീക്കം ചെയ്ത് ആ കുളി സമ്പൂർണമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടി, തന്റെ മീശരോമങ്ങളൊക്കെ വെട്ടി ചെറുതാക്കി, കക്ഷത്തിലുള്ള ഒക്കെ വെട്ടി പ്രവാചകനൊക്കെ നന്നായി വൃത്തിയായിട്ടാണ് പ്രവാചകൻ ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതുപോലെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ സുഗന്ധം പുരട്ടുന്നത് പുരുഷന്മാർക്ക് സുന്നത്താണ്. ശരീരത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞത് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ആ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. താടിയിലോ കക്ഷത്തിലും ശരീരത്തിലുമൊക്കെ സുഗന്ധങ്ങൾ ഉപയോഗിക്കല് പുരുഷന്മാരെ സംബന്ധിച്ച് അത് സുന്നത്താണ്. പുരുഷന്മാർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ
സാധാരണ അവർ ധരിക്കാറുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നിയ ഷർട്ട്, പാൻറ്, ഇന്നറുകൾ ഇതൊന്നും പാടില്ല. ഒരു തുണി ഉടുക്കാം, മറ്റൊരു തുണി അവർക്ക് പുതക്കുകയും ചെയ്യാം. വൃത്തിയുള്ള 2 വെള്ള വസ്ത്രങ്ങളാവലാണ് അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. 2 വൃത്തിയുള്ള 2 വെള്ള വസ്ത്രങ്ങൾ, ഒന്ന് ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന് വേണ്ടി പ്രത്യേകമായ വസ്ത്രങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീകൾക്ക് ഇഹ്റാമിന് ഏത് വസ്ത്രമാവാം. ഇസ്ലാം വിരോധിച്ചിട്ടില്ലാത്ത, ഔറത്ത് മറയുന്ന, പുരുഷന്റെ രൂപത്തിനോട് സാദൃശ്യപ്പെടാത്ത, അവളുടെ ശരീരത്തിന്റെ രൂപവും നിറവും ഒന്നും പുറത്തേക്ക് കാണാത്ത ഏത് വസ്ത്രങ്ങളുമാവാം. മുഖവും മുൻകൈയും മറക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹ്റാമിന് ശേഷം ഒരാണിന്റെ വസ്ത്രവും ഒരു പെണ്ണിന്റെ വസ്ത്രവും ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇഹ്റാമിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുളിക്കണം, വൃത്തിയായി കുളിക്കണം, പൂർണ്ണമായി കുളിക്കണം, വസ്ത്രത്തിലെ മാറ്റം ഉണ്ടാവണം. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചത് എപ്പോഴും ഒരു നിസ്കാരത്തിന് ശേഷമാണ്. മീഖാത്തിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തെത്തി കുളിച്ച് ഒളു എടുത്ത് ഒരു നിസ്കാരം നിർവഹിച്ചതിന് ശേഷം തന്റെ വാഹനപ്പുറത്ത് കയറിയിട്ടാണ് റസൂല് ലബ്ബൈക്ക് അല്ലാഹുമ്മ ആ പ്രഖ്യാപനം നടത്തിയത്. അപ്പം കുളിക്കാം, അത് വീട്ടിൽ തന്നെ കുളിക്കാം. ഒളു എടുക്കുക എന്നത് നമ്മൾ യാത്ര ചെയ്ത് 6 മണിക്കൂറൊക്കെ എത്തുമ്പോഴാണ് മീഖാത്തിലെത്തുക. എത്ര ഒളു എടുത്ത് ഫ്ലൈറ്റിൽ കയറിയാലും നമ്മുടെ ഒളു നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം, എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാവാം. അത്തരം ആളുകൾക്ക് രണ്ടാമത് ഒളു എടുക്കാൻ ഫ്ലൈറ്റിൽ സൗകര്യം ഉണ്ടാവില്ല. പകരം നമുക്ക് വേണമെങ്കിൽ തയമ്മം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് വസ്ത്രത്തിലെ ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർ ഈ വെള്ള തുണിയും വെള്ള മേൽമുണ്ടുമല്ലാതെ മറ്റൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല. തലപ്പാവോ അതേപോലെ ഇന്നറുകളോ ഒന്നും ധരിക്കാൻ പാടില്ല. കാല് മൂടിക്കളയുന്ന ഷൂ, സോക്സ് ഇതൊന്നും പുരുഷന്മാർ സാധാരണഗതിയിൽ ധരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് ഏത് വസ്ത്രങ്ങളുമാവാം, ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളുമാവാം. അത് ഔറത്ത് മറക്കുന്ന വസ്ത്രങ്ങളാവണം. ഇസ്ലാം വിരോധിച്ച വസ്ത്രങ്ങളാവരുത്. പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യപ്പെടുന്ന വസ്ത്രങ്ങളാവരുത്. കാരണം അത് ഇസ്ലാം വിരോധിച്ചതാണ്. അല്ലാത്ത രൂപത്തിലുള്ള പർദ്ദയോ ഇനി ഏതും ഔറത്ത് മറക്കുന്ന ഏത് വസ്ത്രങ്ങളും ആവാം. ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ച് മീഖാത്തിൽ വെച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന പ്രഖ്യാപനത്തോടെ നിയ്യത്തോടുകൂടി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരും സ്ത്രീകളും ധാരാളമായി തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന തെൽബിയത്തിന്റെ വാചകങ്ങളാണ്. ആ തെൽബിയത്ത് ധാരാളമായി ചൊല്ലുക. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് എല്ലാം പ്രാർത്ഥിക്കാം. അതിനൊക്കെ പറ്റിയ സമയമാണത്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളായി ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. നമ്മൾ ഉംറ ഉദ്ദേശിച്ച് ആദ്യത്തെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ മുമ്പ് കുളി വൃത്തിയാക്കലൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിച്ച് നമ്മൾ വിമാനത്താവളത്തിലെത്തി. അവിടെ നമുക്ക് വസ്ത്രങ്ങൾ മാറാം. കാരണം വിമാനത്തിൽ വെച്ച് ആ സമയത്ത് വസ്ത്രങ്ങൾ മാറുക എന്നത് ഒരുപക്ഷെ സാധ്യമല്ലാതെ വന്നേക്കാം. അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ചോ അതിനു മുമ്പോ എവിടെ വെച്ചും ആ വസ്ത്രങ്ങൾ മാറാം. അതിന് പ്രത്യേകമായ പുണ്യങ്ങളൊന്നുമില്ല, എവിടുന്ന് മാറിയാലും. അങ്ങനെ വിമാനത്തിലെത്തി യാത്ര ആരംഭിച്ച് നമ്മുടെ മീഖാത്തിലെത്തി എന്ന നിർദ്ദേശം നമുക്ക് വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ നിയ്യത്ത് മനസ്സിൽ വിചാരിച്ച് അതിൻ്റെ കൂടെ നമ്മുടെ ഉംറ പ്രഖ്യാപിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ. അതോടുകൂടി നമ്മൾ ഇഹ്റാമിലായി. പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. നമുക്ക് ലഭിക്കുന്ന പരിഗണന ദുന്യാവിലും പരലോകത്തും
ആ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഒരു അപകടത്തിലോ മറ്റൊക്കെ അയാൾ മരണപ്പെട്ടാല് അയാൾ രക്തസാക്ഷിയുടെ പോലെയാണെന്ന്, ഷഹീദിനെ പോലെയാണെന്ന്. അത് വല്ലാത്തൊരു പദവിയാണല്ലോ ഷഹീദിന്റെ പദവി. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോട് കൂടി നമ്മൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. നമ്മളൊരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീടുള്ള നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലുമൊക്കെ ആ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടക്കുന്നത് വരെ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇൻഷാ അള്ളാ അതിന്റെ മറ്റു രൂപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ്, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യർക്ക് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അറിയങ്ങൾ? ഒന്ന്, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ മുടി വെട്ടാൻ പാടില്ല. മുടി വെട്ടുക, ചില ആളുകളൊക്കെ വിചാരിച്ചത് കുളിക്കാൻ പാടില്ല, മുടി ചീകാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ കുളിക്കുമ്പോഴൊക്കെ തല തോർത്തുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു വീഴാറുണ്ട്. മുടി ചീകുമ്പോഴൊക്കെ ചീപ്പിലൊക്കെ ചില ആൾക്കാർക്ക് മുടി പറ്റി പിടിച്ചു പോരാറുണ്ട്. ഇതല്ല ഉദ്ദേശിച്ചത്. മുടി വെട്ടുക എന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല ഇഹ്റാമിൽ. ഏതെങ്കിലും അതല്ലാത്ത കാരണം കൊണ്ട് മുടി ചീകുമ്പോഴോ കുടിക്കുമ്പോഴോ നമ്മൾ തല തോർത്തുമ്പോഴോ ഒക്കെ ഒരു വ്യക്തിയുടെ മുടി പറഞ്ഞു പോകുന്നു എന്നുള്ളത് അത് ഇഹ്റാമിനെ ബാധിക്കുകയില്ല. മുടി വെട്ടുക എന്ന, നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മുടി മുറിച്ചു കളയുന്ന ആ പ്രക്രിയ ചെയ്യാൻ പാടില്ല. അതേപോലെ നഖം വെട്ടാൻ പാടില്ല. അതൊക്കെ നമ്മൾ നേരത്തെ നിർവഹിക്കണം എന്ന് പറയാനുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ തലമറക്കുന്ന തൊപ്പി, അതേപോലെ തലയിക്കെട്ട്, ഷാള് തലയിലിടുക, ഇങ്ങനെ തലമറക്കുന്ന വസ്ത്രങ്ങൾ പുരുഷന്മാർ ഉപയോഗിക്കാൻ പാടില്ല. അത് വെയിലാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ, നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ തുണി കൊണ്ട് ഇങ്ങനെ അറിയാതെ തലകൂടി മൂടിപ്പുറച്ച് നടക്കുമ്പോൾ വിവരമുള്ള ആളുകൾ തലയിൽ നിന്ന് ആ തലപ്പാവ് താഴേക്ക് വലിച്ചിടാറുണ്ട്. തല മറക്കാൻ പാടില്ല പുരുഷന്മാർ. അതേപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതേപോലെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ശരീരത്തിലും പാടില്ല, വസ്ത്രത്തിലും പാടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് ശരീരത്തിലാവാം, പക്ഷെ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാക്കരുത്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കരുത്. കുളിക്കുമ്പോ മണമുള്ള സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? വാസനയുള്ള പേസ്റ്റ് കൊണ്ട് പല്ലിയേക്കാൻ പറ്റുമോ? ഇതൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ മക്കയിലേക്ക് എത്തിയാൽ ഹോട്ടലിൽ നമുക്ക് കുളിക്കാൻ വേണ്ടി സോപ്പ് കിട്ടാറുണ്ട്. ഒരു വാസന ഒന്നുമില്ലാത്ത ഒരു സോപ്പാണ്. സുഗന്ധമുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. ആ സുഗന്ധ വസ്തുക്കൾ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി തഹല്ലുലാകുന്നത് വരെ ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ നമുക്ക് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേട്ടയാടുക, അതിപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ര ബാധകമല്ല. പണ്ട് കാലത്തൊക്കെ മക്ക പൊതുവെ പിന്നെ ആളുകളില്ലാത്ത താമസം കുറഞ്ഞ നാടായതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ പലജാതി ജീവികളുടെ ഈ മുയലുകള്, അതേപോലെ ഈ പിന്നെ എന്താ പറയുക ചില ഉരകങ്ങള്, ഉടുമ്പ് പോലുള്ള ജീവികള്, ഇങ്ങനെ കുറെ ജീവികളൊക്കെ ഈ മക്കയിലെ കുറ്റിക്കാടുകളിലും പാറപ്പൊത്തുകളിലും ഒക്കെ ധാരാളമായി കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ മക്കയിലേക്ക് വരുന്ന ആളുകൾ ആളില്ലാത്ത മരുഭൂമിയിൽ അങ്ങനെ വിജനതയിൽ ധാരാളമായി വളരുന്ന ഇത്തരം ജീവികളെ വേട്ടയാടി പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാള് വേട്ടയാടാൻ പാടില്ല. വേട്ടമൃഗത്തിനെ വേട്ടയാടാനോ ആ വേട്ടമൃഗത്തിന്റെ മാംസം തിന്നാനോ അയാൾക്ക് പാടില്ല. അതോടൊപ്പം തന്നെ വിവാഹാന്വേഷണങ്ങൾ, കല്യാണാലോചനകൾ, ഇത്തരം കാര്യങ്ങളൊന്നും ആ സമയത്ത് വേണ്ട. അതേപോലെ സ്ത്രീ പുരുഷന്മാർ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഈ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഇഹ്റാമിന്റെ സമയത്ത് വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. അനാവശ്യമായ തർക്കങ്ങള്, അനാവശ്യമായ സംസാരങ്ങള്, ഇതൊക്കെ നമ്മുടെ ആ ഇഹ്റാമിന്റെ വിശുദ്ധിയെ ഇല്ലാതാക്കുന്ന, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അള്ളാഹു പറയുന്നത് അനാവശ്യമായ വാക്കുകളോ തർക്കങ്ങളോ ഇല്ലാത്തൊരു ഹജ്ജ് എന്നാണ്. അതൊന്നില്ലാതെ നല്ല സംസാരങ്ങളും നല്ല ജീവിതവുമായി തന്നെയുള്ള ആ ഹജ്ജ് നമ്മൾ നിർവഹിക്കണം. ഇനി ഒരു വ്യക്തി ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്ന് അയാൾ ചെയ്താൽ
അതിനെ പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തം മക്കയിൽ വെച്ച് ഒരാടിനെ അറുക്കുക എന്നത് പ്രായച്ചിത്തമാണ്. അല്ലെങ്കിൽ നോമ്പ് നോൽക്കുക, 3 ദിവസം നോമ്പ് നോൽക്കുക, അതേപോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന്റെ ക്രമപ്രകാരം ആ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച്. അപ്പൊ ഈ കാര്യങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ഇഹ്റാമിൽ നിന്ന് പുറത്തു കിടക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ഇനിയും പറയട്ടോ. ഇതിപ്പോ ഈ പറയല ചില ആൾക്കാരോ എന്തൊക്കെയാ പറഞ്ഞ ഓർമ്മയില്ലല്ലോ, അത് ബേജാറാവണ്ട. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കും. മറന്നുപോകാത്ത രൂപത്തിൽ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ സമയത്തൊക്കെ, ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒന്നിച്ച് തന്നെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംശയങ്ങളൊക്കെ നിവാരണം വരുത്താനും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുവാനും ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അവസരങ്ങൾ ഉണ്ടാവും. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ധാരാളമായി തെൽബിയത്ത് ചൊല്ലി നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ, ജിദ്ദയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രേഖകളൊക്കെ പരിശോധിച്ച് ബസ് മാർഗം നമ്മൾ മക്കയിലേക്ക് താമസിക്കുന്ന നമ്മുടെ ഹോട്ടലിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് നമ്മൾ എല്ലാ ഒരുക്കങ്ങളോടും കൂടി നമ്മൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നത്. കഅബയുടെ അടുത്ത് എത്തുന്നത് വരെ നമുക്ക് തെൽബിയത്ത് ചൊല്ലാം. കഅബയെ കാണുന്നത് വരെ തെൽബിയത്ത് ചൊല്ലാം. കഅബയെ കാണുന്നതോടുകൂടി നമ്മൾ ആ തെൽബിയത്ത് നിർത്തും. തെൽബിയത്ത് നിർത്തിയിട്ട് നമ്മൾ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും. ഉംറയുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ 2 ഉംറയുടെ നിർബന്ധമായ ഘടകങ്ങൾ 3 കേട്ടോ. ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. രണ്ടാമത്തേത് തവാഫാണ്. കഅബയെ 7 പ്രാവശ്യം വലയം ചെയ്യൽ, പട്ടം ചുറ്റൽ. മൂന്നാമത്തേത് സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ആ നിശ്ചയിക്കപ്പെട്ട ഓട്ടമാണ്, നടത്തം. ഈ 3 കർമ്മങ്ങൾ കൂടി ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഉംറ. ഇഹ്റാം, തവാഫ്, സഅയ്. അപ്പൊ ഇഹ്റാമിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം പഠിച്ചു, മനസ്സിലാക്കി. ഇനി അതിന്റെ പ്രാക്ടിക്കലായ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് നേർക്കുനേരെയുള്ള ക്ലാസ്സിൽ വീണ്ടും പഠിക്കാം. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് നേരെ കഅബയുടെ അടുത്ത്. വേറെ അതിന്റെ ഇടയ്ക്ക് വേറെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. നമ്മൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥനയോടെ വലത് കാലെടുത്ത് വെച്ച് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച് അതിന്റെ ഉള്ളിലൂടെ നേരെ മുറിച്ച് കടന്ന് നമ്മൾ മത്താഫിലേക്കാണ് പോകുന്നത്. വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ സ്ഥലത്തിനാണ് മത്താഫ് എന്ന് പറയാം. ആ മത്താഫിലേക്ക് നമ്മൾ നേരെ പോവാണ്. ആ മത്താഫിൽ നമ്മൾ കഅബയെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. അവിടെ നമ്മുടെ തെൽബിയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഉംറയുടെ 2ാമത്തെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് തവാഫാണ്. ഈ തവാഫ് ആരംഭിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതും അത് എങ്ങനെയായിരിക്കണം എന്നിടത്തൊക്കെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തവാഫ് നിസ്കാരം പോലെയാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല, തവാഫിൽ പരസ്പരം സംസാരം ആവാം. അപ്പൊ നമസ്കാരം പോലെയാണ് തവാഫ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമസ്കാരത്തിന് ഒളു നിർബന്ധമാണ് എന്നതുപോലെ തവാഫിനും ഒളു നിർബന്ധമാണ്. ഈ 7 ചുറ്റ് പൂർത്തിയാകുന്നത് വരെ ആ വ്യക്തിക്ക് ഒളു ഉണ്ടായിരിക്കണം. അതിന്റെ ഇടയ്ക്ക് ഒളു നഷ്ടപ്പെട്ടാൽ അയാൾ ഒളു എടുത്തിട്ട് എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് ആ റൗണ്ട് മുതൽ അദ്ദേഹം 7 റൗണ്ട് പിന്നെ പൂർത്തിയാക്കിയാൽ മതിയാകും. അപ്പൊ തവാഫ് ആരംഭിക്കുകയാണ് നമ്മൾ. തവാഫ് ആരംഭിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വിശുദ്ധമായ കഅബാലയം 4 മൂലകളുള്ള ചതുരത്തിലുള്ള ഒരു കെട്ടിടമാണ്. 4 മൂലുണ്ട്. ചതുരം എന്ന് പറഞ്ഞാൽ 4 മൂല ഉണ്ടാവുമല്ലോ. ആ ഓരോ മൂലക്കും ഓരോ പേരുണ്ട്. റുക്കുനുൽ യമാൻ, റുക്കുനുൽ ഷാം, റുക്കുനുൽ ഇറാഖ് എന്നൊക്കെ പറഞ്ഞാല് ഓരോ നാടിന്റെ ദിശയിലേക്കുള്ള ഒരു മൂല. റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞാല്
യമൻ ഭാഗത്തേക്കുള്ള മൂല. റുക്കുനു ഷാം എന്ന് പറഞ്ഞാല് ഷാമിന്റെ ഭാഗത്തേക്കുള്ള. റുക്കുനു ഇറാഖി എന്ന് പറഞ്ഞാല് ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള ഒരു മൂലയില് ഹജറുൽ അസ്വദ് എന്ന പ്രസിദ്ധമായ കല്ല് സ്ഥാപിച്ച ഒരു മൂലയുണ്ട്. ഈ കല്ല് ഏതാണ്? അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പണി നിർവഹിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ കൂടെയുണ്ട്. ചെറിയ കുട്ടിയാണ്. ഇസ്മായിൽ നബി ഇങ്ങനെ ഇബ്രാഹിം നബി കയറി നിന്ന് ചുമരുകളൊക്കെ പടുക്കുമ്പോൾ ചെറിയ കല്ലുകൾ പെറുക്കി കൊണ്ടുവന്ന് ഈ മകൻ പിതാവിനെ സഹായിക്കുന്നതാണ്. അങ്ങനെ കല്ല് പെറുക്കി പെറുക്കി അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കല്ല് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അതാണ് ഈ ഹജറുൽ അസ്വദ് എന്ന കല്ല്. സ്വർഗത്തിലെ കല്ലാണ് എന്ന് പറയുന്നു. മകൻ ആ കല്ല് പിതാവിന് കൈമാറുകയും അദ്ദേഹം ആ കല്ല് കഅബാലയത്തിന്റെ ചുമരിൽ വെക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി പണിത ആ അന്നത്തെ കഅബ അത് പിന്നീട് പലവട്ടം മാറ്റിപ്പണിത്, പലരാൽ പൊളിച്ചു പണിത്, പലപ്പോഴും പൊളിഞ്ഞ് തീപിടുത്തമുണ്ടായി വെള്ളപ്പൊക്കത്തിൽ തകർന്ന് പലവട്ടം അത് പുതുക്കി പണിതിട്ടുണ്ട്. ഇബ്രാഹിം നബി പണിത ആ കഅബയിൽ അന്ന് അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളിൽ ഹജറുൽ അസ്വദ് മാത്രമാണ് ഇന്നും അതുമുള്ളത്. ബാക്കിയുള്ളതൊക്കെ പലവട്ടം മാറിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പലരും നിർമ്മിച്ചപ്പോ പല വസ്തുക്കൾ കൊണ്ട് മാറി മാറി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹജറുൽ അസ്വദ് അത് മാത്രം, അത് ഇബ്രാഹിം നബി അന്ന് ഉപയോഗിച്ചു, ഇന്നും അത് ആ കഅബയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു മൂലയിലുണ്ട്. അത് ശ്രേഷ്ഠമാണ്, പവിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലെ തന്റെ തവാഫ് ആരംഭിക്കുമ്പോൾ ആ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ടാണ് പ്രവാചകൻ തന്റെ തവാഫ് ആരംഭിക്കാറ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കൽ ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കല്ലേ, നീ ഒരു വെറും കല്ലാണ് എന്ന് എനിക്കറിയാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. അല്ലാതെ ആ കല്ല് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നോ, ആ കല്ലുകൊണ്ട് നമുക്ക് അതൊന്നുമില്ല. അത് പ്രവാചകൻ ഒരു പുണ്യകർമ്മമായി നമ്മളെ പഠിപ്പിച്ചു. ഹജറുൽ അസ്വദിനെ ചുംബിക്കൽ പുണ്യാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ട് നമ്മളും ആ കർമ്മം പ്രവാചകന്റെ ശേഷം അത് ചെയ്തു വരുന്നു. അപ്പൊ തവാഫ് ആരംഭിക്കുമ്പോ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് ആ ഹജറുൽ അസ്വദ് വെച്ചിരിക്കുന്ന മൂലയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അഥവാ തവാഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ മൂലയാണ്. ആ മൂലയുടെ നേരെ ആ കോണിങ്ങനെ, ആ കോണിന്റെ നേരെ എവിടെ നിന്നും തവാഫ് തുടങ്ങാം. ആ സ്ഥലം അറിയിക്കാൻ വേണ്ടി ആ കോണിന്റെ നേരെ മത്താഫിന്റെ ഇങ്ങേ ഭാഗത്ത് ചുമരിൽ ഒരു പച്ച നിറത്തിലുള്ള ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് കാണാം. അത് നമുക്ക് ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് ഹജറുൽ അസ്വദിന്റെ മൂല എവിടെയാണ് എന്ന് നോക്കിയാൽ കാണൂല. അപ്പൊ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഈ പച്ച ലൈറ്റ്. ആ ലൈറ്റിന്റെ ഭാഗത്തെത്തിയാൽ നമുക്ക് തവാഫ് ആരംഭിക്കാം. തവാഫ് ആരംഭിക്കുമ്പോ പ്രവാചകന്റെ ചര്യ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ്. ഇപ്പത്തെ നമ്മുടെ കാലത്ത് തിരക്ക് കാരണം ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നത് അത്ര അസാധ്യമായ കാര്യമാണ്. അവിടുത്തെ തിരക്ക് അവിടെ പോയവർക്കും പോകാത്തവർക്കും അറിയാം. അപ്പൊ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് അതിനെ തൊട്ടിട്ട് നമുക്ക് തവാഫ് ആരംഭിക്കാം. അതിനും ഈ സാഹചര്യത്തിൽ പറ്റൂല. മൂന്നാമത്തെ രൂപം എന്താ അറിയോ? വലതു കൈ അതിനു നേരെ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ആ കർമ്മം നിർവഹിക്കാം. ഒന്നുകിൽ ചുംബിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് അതിനെ തൊടുക. മൂന്നാമത്തേത് വലതു കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന രൂപത്തിൽ അതിന് നേരെ കൈ ഉയർത്തുക. ഈ മൂന്നാമത്തെ രൂപമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തി അതിന്റെ നേരെ തിരിഞ്ഞ് വലതു കൈ കൊണ്ട് ഇങ്ങനെ അഭിവാദ്യം ചെയ്ത് നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഇതാണ് തവാഫ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട വാക്ക്.
ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഒരു കാര്യം നമ്മളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും കാണാതെ പഠിക്കാനോ കഷ്ടപ്പെട്ട് പഠിക്കാനോ ഇല്ല. സാധാരണ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹജ്ജിലും ഉംറയിലും ചെയ്യാറുള്ളത്. പ്രത്യേകമായിട്ടൊരു പുസ്തകമോ പ്രത്യേകമായിട്ടൊരു പ്രത്യേക ഫയലോ ഒന്നും ഇതിന് ആവശ്യമില്ല എന്നർത്ഥം. ആകെ ചെറിയ 2-3 പ്രാർത്ഥനകളാണ് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത്. അതും നമ്മിൽ പലർക്കും അറിയുന്ന പ്രാർത്ഥനകളാണ്. തവാഫിന്റെ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ആകെ ഒരൊറ്റ പ്രാർത്ഥനയാണ് പ്രവാചകൻ തവാഫിന്റെ സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം എന്ന് പറഞ്ഞ് റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നമ്മുടെ തവാഫ് കഅബ എങ്ങനെ ചുറ്റി വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ദുആ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ തവാഫിന്റെ ഏതെങ്കിലും സമയത്ത് പ്രത്യേകമായ ഒരു പ്രാർത്ഥന, ഒന്നാമത്തെ റൗണ്ടിൽ ഈ പ്രാർത്ഥന, രണ്ടാമത്തേൽ ഈ പ്രാർത്ഥന, മൂന്നാമത്തേൽ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന മലയാള പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എമ്പാടുണ്ടാവും. പല ആളുകളും ഈ പുസ്തകം കണ്ട് അന്തം വിട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാ പഠിക്കുക എന്ന് ബേജാറാവും. ചില ആൾക്കാർ ആ പുസ്തകം കൈ പിടിച്ചാൽ വരിക, അതിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചെല്ലിക്കൊണ്ടാണ് അവർ തവാഫ് ചെയ്യുക. അതൊന്നും പ്രവാചകന്റെ നിർദ്ദേശങ്ങളിൽ പെട്ടതല്ല. തവാഫിന്റെ സമയത്ത് നമുക്ക് എന്ത് പ്രാർത്ഥനയും, അള്ളഹാനോട് പ്രാർത്ഥിക്കാവുന്ന ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, നല്ല സംസാരങ്ങൾ നടത്താം. നമുക്ക് എന്തൊക്കെ റബ്ബിനോട് പറയാണ്ടോ, നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യം, കച്ചവടം, മക്കളെ വിദ്യാഭ്യാസം, പരലോകം ഒക്കെ അള്ളഹാനോട് പറയാം. അത് പറയാനുള്ള സമയമാണ്, ഏറ്റവും നല്ല സമയമാണ്. അപ്പോ നമ്മൾ ഹജറുൽ അസ്വദിന്റെ ആ മൂലയിലെത്തി വലതു കൈ ഉയർത്തി ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തവാഫ് ആരംഭിക്കാം. ഈ തവാഫ് ആരംഭിക്കും മുമ്പ് പുരുഷന്മാർ അവരുടെ മേലെ പുതച്ചിരിക്കുന്ന മേൽപുതപ്പുണ്ടല്ലോ, ആ പുതപ്പിന്റെ വലതു കൈയിന്റെ മേലെയുള്ള ഭാഗം അത് വലതു കൈയിന്റെ ഉള്ളിലേക്കാക്കി മാറ്റുക. നിങ്ങൾ കണ്ടിരിക്കും ഇഹ്റാമിന്റെ വേഷം, ഈ വലത്തെ ഈ ഭാഗം തോള് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നമ്മൾ ആ ഇഹ്റാമിന്റെ ഡ്രസ്സ് കൈയിന്റെ ഉള്ളിലേക്ക് മാറ്റുക. ഈ ഭാഗം തുണി കൊണ്ട് മൂടും, ഈ ഭാഗം അത് തുണിയുടെ പുറത്തായിട്ടാണ് കാണുക. നമ്മുടെ കക്ഷത്തിന്റെ താഴെ കൂടെ അങ്ങനെയാണ് ആ വിരിപ്പെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണിച്ചു തരാം. ഈ രൂപത്തിന് ഇൽത്തിബാ എന്നാണ് അറബിയിൽ പറയാം. ഇൽത്തിബാ, അത് തവാഫിന്റെ സമയത്ത് വസ്ത്രം അങ്ങനെ ആക്കൽ സുന്നത്താണ്. ഇനി ഒരാൾ അങ്ങനെ ആക്കിയില്ല, മറന്നു, എന്നാ അയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ തവാഫിന് ഒരു പ്രശ്നമല്ല. ഓർമ്മയുള്ള ആളുകൾ ഇൽത്തിബായ് രൂപത്തിൽ വസ്ത്രം കക്ഷത്തിന്റെ താഴെ കൂടി എടുക്കൽ പ്രവാചകന്റെ ഒരു സുന്നത്താണ്. അതേപോലെ തവാഫിന്റെ ആദ്യത്തെ 3 റൗണ്ടുകൾ റംല് നടത്തൽ പുരുഷന്മാർക്ക് സുന്നത്താണെന്നാണ്. എന്താ റംല് എന്ന് പറഞ്ഞാല്? റംല് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ജോഗിങ്ങിനെ പോകുമല്ലേ, നടത്തോ അല്ല, ഓട്ടോ അല്ല, അതിന്റെ ഇടക്കുള്ള, പണ്ടത്തൊക്കെ പള്ളി ദർസിലൊക്കെ ഓതുമ്പോ ഉസ്താദുമാര് റംല് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞത് നായ്പാച്ചിൽ എന്നാണ്. ഈ നായ്കൾ നടക്കലില്ലല്ലോ, അതിന്റെ അങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ഒരു ഓട്ടാണ്. എന്നാ ഓട്ടാണോ അല്ല, നടത്താണോ അല്ല, ആ രൂപത്തിലുള്ള ആ ഒരു ചെറിയ ഓട്ടം പോലത്തെ ആ നടത്തത്തിനാണ് റംല് എന്ന് പറയാം. തവാഫിന്റെ ആദ്യത്തെ 3 റൗണ്ടുകൾ റംല് ആവൽ പുരുഷന്മാർക്ക് പുണ്യമാണ്. പക്ഷെ ഇപ്പത്തെ കാലത്തും ഈ തിരക്കുള്ള സമയത്തും ആ റംലൊന്നും നടക്കൂല. നമുക്ക് സാധാരണ നടക്കാൻ തന്നെ കഴിയില്ല. ബാക്കിലുള്ള ആൾക്കാർ നമ്മളങ്ങനെ കൊണ്ടുപോല. ചില തിരക്കുള്ള സമയത്തൊക്കെ, ഫ്രീ ആയ സമയത്തോ ഒരു സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് മക്കയിലെത്തിയാൽ വേണമെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് തവാഫ് ചെയ്യുമ്പോൾ ഈ റംലൊക്കെ പറ്റും. ഈ ഹജ്ജിന്റെ സമയത്ത് മിക്കവാറും റംലൊന്നും പറ്റലില്ല, നടക്കാൻ തന്നെ നല്ല പ്രയാസ, അത്ര തിരക്കേക്കാരം. അപ്പോ പറ്റുമെങ്കിൽ തവാഫിന്റെ ആദ്യത്തെ 3 ചുറ്റുകൾ റംല് നടത്തൽ സുന്നത്ത്. അതേപോലെ പുരുഷന്മാർ അവരുടെ വലതു കക്ഷത്തിന്റെ ഭാഗം, ഈ വലതു തോള് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ കക്ഷത്തിലൂടെ അവരുടെ മുണ്ട് ചുറ്റൽ, അതും അതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. തവാഫ് തുടങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ തുടങ്ങി മുന്നോട്ട് നടക്കുക. നടത്തത്തിൽ ശ്രദ്ധിക്കേണ്ടത്
കഅബ എപ്പോഴും നമ്മുടെ ഇടതുഭാഗത്തായിരിക്കണം. ഇങ്ങനെ ഈ പൊസിഷനില ചുറ്റണ്ട്, തിരിഞ്ഞു നടക്കാൻ പാടില്ല. കഅബ എപ്പോഴും നമ്മുടെ ഇടതുഭാഗത്താകുന്ന രൂപത്തിലാണ് നമ്മൾ കഅബയെ തവാഫ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. അതെല്ലാ ആൾക്കാരും ഒരേ ദിശയിലേക്ക് ഒഴുകുമ്പോൾ ഒരാൾക്ക് മാത്രം തിരിഞ്ഞു നടക്കാനൊന്നും പറ്റില്ല. ആ കൂട്ടത്തിൽ എല്ലാവരും പോവുക. എന്നാലും ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതും അതിന്റെ ഒരു നിബന്ധനയിൽപ്പെട്ടതാണ്. തവാഫ് നമ്മൾ ആരംഭിച്ച് നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ആരംഭിച്ച് അടുത്ത മൂലയിലെത്തി, വീണ്ടും പോയി അടുത്ത മൂലയിലെത്തി, വീണ്ടും വന്ന് മൂന്നാമത്തെ മൂലയിലെത്തി. ആ മൂന്നാമത്തെ മൂലക്കൊരു പേരുണ്ട്, അതാണ് റുക്നുൽ യമാനി. യമൻ ഭാഗത്തേക്കുള്ള ദിശ കാണിക്കുന്ന ആ മൂല. ആ മൂലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മൂല എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിന്റെ നമ്മൾ തുടങ്ങിയ മൂലയാണ്. ആ ദൂരണ്ടല്ലോ, റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന ആ പ്രാർത്ഥന ചൊല്ലൽ സുന്നത്ത്. ചൊല്ലിയിട്ടില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല, പക്ഷെ ചൊല്ലൽ പ്രവാചകന്റെ സുന്നത്താണ്. അത് നമ്മൾ കഅബന്റെ അടുത്തുകൂടെ ചുറ്റുകയാണെങ്കിൽ ഒരു വട്ടം ചൊല്ലാനുള്ള സമയം ഉണ്ടാവുള്ളൂ. തിരക്ക് കൊണ്ട് വളരെ ദൂരത്തൂടെ വളരെ വിശാലമായിട്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ ചിലപ്പോൾ 10 വട്ടം ചൊല്ലിയാലും എത്തൂല, അത്ര ദൂരം ഉണ്ടാവും. നമ്മുടെ ആ കഅബയും നമ്മളും തമ്മിലുള്ള അകലത്തിനെ ആശ്രയിച്ചിരിക്കും ആ സമയം. എത്ര സമയം ഉണ്ടായാലും ഈ മൂലയിൽ നിന്ന് ആ മൂലയിൽ എത്തും വരെ ഈ റബ്ബന ആത്തിന ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എത്തിയാൽ ഒരു റൗണ്ടായി, ഒരു തവാഫല്ല, ഒരു റൗണ്ട്. വീണ്ടും നമ്മൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ പറയാ, അല്ലാഹു അക്ബർ. രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കുക. ഒന്നാമത്തെ റൗണ്ട് ചെയ്തതുപോലെ തന്നെ റബ്ബനാത്തിനെ ചൊല്ലി അതേ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എത്തുമ്പോൾ 2 റൗണ്ടായി. വീണ്ടും അല്ലാഹു അക്ബർ മൂന്നാമത്തെ റൗണ്ട്, അല്ലാഹു അക്ബർ നാലാമത്തെ റൗണ്ട്, അല്ലാഹു അക്ബർ അഞ്ചാമത്തെ റൗണ്ട്, ആറാമത്തെ റൗണ്ട്, ഏഴാമത്തെ റൗണ്ട്. ഏഴാമത്തെ റൗണ്ട് ഹജറുൽ അസ്വദിന്റെ അവിടെ പൂർത്തിയാകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് തവാഫ് അവസാനിപ്പിക്കാം. 7 റൗണ്ട് ചുറ്റിയാലേ ഒരു തവാഫാവും. ചിലപ്പോഴൊക്കെ രസകരമായ ചില അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാരൊക്കെ പറയേ, ഉസ്താദേ ഞാൻ ഇന്ന് ളുഹറിന് ശേഷം 4 തവാഫ് ചെയ്ത്. 4 തവാഫ് ളുഹറിന് ശേഷം. അപ്പൊ എന്താ അവര് ഒരു റൗണ്ട് ചുറ്റുന്നതിന് ഒരു തവാഫായിട്ടാണ് കാണുന്നത്. അറിയാത്തത് കൊണ്ടേ കാരണം. തവാഫ് എന്ന ഒരു കർമ്മം ആവണമെങ്കിൽ 7 പ്രാവശ്യം ചുറ്റണം, എന്നാലേ തവാഫ് ആകൂ. 1 വട്ടം ചുറ്റിയാലോ 2 വട്ടം ചുറ്റിയാലോ 6.5 വട്ടം ചുറ്റിയാലോ തവാഫ് ആവൂല. ഒരു തവാഫ് ആകണമെങ്കിൽ 7 പ്രാവശ്യം ചുറ്റണം. തവാഫ് കഴിഞ്ഞാൽ പിന്നീടുള്ള സുന്നത്ത് 2 റക്അത്ത് നിസ്കാരം. മഖാമു ഇബ്രാഹിം ഒരു സ്തൂപാണ്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് കഅബയും അതിന്റെ പരിസരങ്ങളിലുള്ള ഇത്തരം വസ്തുക്കളുമായിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മഖാമു ഇബ്രാഹിമിന്റെ പിന്നില് 2 റക്അത്ത് നിസ്കരിക്കുക, ചെറിയ 2 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും, ചെറിയ 2 റക്അത്ത് പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ സഅയ് നടത്താൻ വേണ്ടി സഫാ മർവയിലേക്ക് പുറപ്പെടും. ആ പുറപ്പെടുന്ന വഴിയിൽ വെച്ച് ധാരാളമായി സംസം കുടിച്ചു റസൂല്. സംസം കിണറ ഭാഗത്താ. പ്രവാചകൻ അന്ന് അവിടെ വെച്ച് ധാരാളം സംസം വെള്ളം കുടിച്ചു. നമ്മളും ആ പോകുന്ന വഴിയിൽ യഥേഷ്ടം സംസം വെള്ളം കിട്ടും. അവിടുന്ന് നമ്മൾ സംസം വെള്ളം കുടിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ സഫയിലേക്ക് സഅയിന് വേണ്ടി പുറപ്പെടും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യത്തിന്റെ ചുരുക്കം വൈകി വന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മൾ തുടങ്ങിയത് ഹജ്ജിന്റെ ഉദ്ദേശം നമ്മുടെ പാപമോചനമാവണം, മറ്റൊന്നും ആവരുത്. ഹജ്ജിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മളൊരു 3 രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാം. ഹജ്ജും ഉംറയും കൂടി ഒന്നിച്ച് നിർവഹിക്കുന്ന തമത്വ രൂപമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഹജ്ജിന്റെ മാസം
ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് പുറപ്പെട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ കുളിച്ച് ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മുടി വെട്ടി, നഖം വെട്ടി, മീശയൊക്കെ വെട്ടി, കക്ഷത്തിലും മറ്റുമുള്ള രോമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഭംഗിയായും വൃത്തിയായിട്ടും കുളിച്ചിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. ആ കുളി ഇഹ്റാമിന്റെ സുന്നത്തായ കുളിയാണ് എന്ന നിയ്യത്തോടു കൂടി നമ്മൾ കുളിക്കുക. ഇഹ്റാമിന് ശേഷം നമ്മൾ ധരിക്കേണ്ട വസ്ത്രം അത് വീട്ടിൽ വെച്ചോ വിമാനത്താവളത്തിൽ വെച്ചോ സൗകര്യം പോലെ ധരിക്കാം. പുരുഷന്മാർ ഒരു തുണിയും ഒരു മേൽമുണ്ടും, സ്ത്രീകൾക്ക് വിരോധിച്ചിട്ടില്ലാത്ത ഏത് വസ്ത്രങ്ങളും ആവാം. പുരുഷൻ ശരീരത്തിൽ സുഗന്ധങ്ങൾ ഉപയോഗിക്കാം, വസ്ത്രങ്ങളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മീഖാത്തിൽ എത്തി എന്ന അറിവ് വിമാനത്തിന്റെ പൈലറ്റിൽ നിന്നാണ് കിട്ടുക. ആ അറിവ് കിട്ടിയാൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, ഉംറയുടെ നിയ്യത്ത് ചെയ്ത് നമ്മൾ പ്രഖ്യാപിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. തെൽബിയത്ത് ചൊല്ലി നമ്മൾ എയർപോർട്ടിലും പിന്നെ നമ്മൾ മക്കയിലും എത്തി. പിന്നെ നമ്മൾ ഹറമിലെത്താണ്. ഹറമിലെത്തി തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് സ്ഥാപിച്ച ആ മൂലയിൽ നിന്നാണ്. അതിൻ്റെ നേരെ കൈപൊക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന ആ പ്രഖ്യാപനത്തോടെ തവാഫ് ആരംഭിക്കാം. തവാഫിന്റെ രൂപമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ച് നമ്മൾ സഅയിന് വേണ്ടി സഫയിലേക്ക് പുറപ്പെടുകയാണ്. സഅയോടുകൂടി നമ്മുടെ ഉംറ കർമ്മം നിർവഹിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വൈകാതെ ആഴ്ചയിൽ ഒരിക്കൽ എന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. വലിയ ചില തിരക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കഴിയാതെ പോയത്. നമുക്ക് മുമ്പിൽ ഇനി സമയങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ജൂൺ ആദ്യത്തിലൊക്കെയാണ്, മെയ് അവസാനം ജൂൺ ഫസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ഹജ്ജിന്റെ ദിവസങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോ സമയം ഡിസംബർ ആയല്ലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് നമ്മുടെ മുമ്പിൽ സമയങ്ങളുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാം. നന്നായി പഠിച്ചു പോയാലുള്ള സുഖം തരും. നമ്മൾ എത്രയൊക്കെ കൂട്ടത്തിൽ ഒന്നായിട്ട് പോകണം എന്ന് വിചാരിച്ചാലും തിരക്ക് കാരണത്താൽ കൂട്ടം തെറ്റാൻ 100 വട്ടം സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒറ്റപ്പെട്ടു പോയാലും നമുക്ക് പേടില്ലാതിരിക്കാനും ഇന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം എന്ന രൂപത്തിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കണം. ചില ആളുകളൊക്കെ ബേജാറിൽ തിരക്കിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയി എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ സങ്കടം പറയും. ഇത്ര ഇടങ്ങേറായി, എത്ര കാലം ആഗ്രഹിച്ചു വന്നതാ, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, പറഞ്ഞുതരാൻ ആളുണ്ടായില്ല എന്നൊക്കെ സങ്കടം പറയും. അപ്പൊ അത്തരം സങ്കടങ്ങൾ ഇല്ലാതിരിക്കാൻ ശരിക്ക് പഠിച്ചിട്ട് പോവുക. നമുക്ക് ഒരു കൂട്ടത്തിലും അല്ലാതെ ഒറ്റപ്പെട്ടാൽ തന്നെ ഒരു പേടിയില്ലാതെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല, വളരെ കുറച്ച് മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങൾ. നിസ്കാരം പഠിക്കുന്ന അത്ര പണിയും കൂടി ഇല്ല ഹജ്ജ് നിർവഹിക്കാൻ. ഹജ്ജ് വളരെ ഈസിയാണ്. അത് നമ്മൾ പഠിച്ചു പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുമായിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ നമ്പറിലോ നിങ്ങൾക്ക് ചോദിക്കാം. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അറിവ് പോലെ, ഇനി അറിയാത്ത കാര്യങ്ങളോ പുതിയ കാലത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ച് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതോ പ്രത്യേക നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അത് കുറിക്കാവുന്നതാണ്. അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ ഖാലിഖ്, ഈ ഗ്രൂപ്പിന്റെ കോർഡിനേറ്ററാണ്. ഇതില് കാര്യങ്ങൾ നല്ല അർത്ഥവത്തായ പഠനാർഹമായ ഒരു ഹജ്ജ് ക്ലാസ് നമുക്ക് കിട്ടി. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെ ക്ലാസ്സുകൾ നമ്മൾ ആവർത്തിക്കും. പിന്നെ ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ മിനയിലെ ടെന്റ്, അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ കാറ്ററിംഗ് കമ്പനികൾ, ഇതൊക്കെ നമ്മൾ ഏകദേശം സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ അടച്ചു കഴിഞ്ഞു. നമ്മൾ മൊത്തം
ഗുഡ് ഹോപ്പിന്റെ ഗ്രൂപ്പുകൾ തന്നെ 323 ഉണ്ട്. അതിൻ്റെതും കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ മൊത്തത്തിലുള്ള ഒരു കൺസോർഷ്യത്തിന്റെ 2008 ഹാജിമാരുടെ ലീഡിങ്ങിൽ ഉള്ള ആളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിനയിൽ ടെന്റ് നമ്മൾ പറഞ്ഞിരുന്നത് സോൺ 5 D കാറ്റഗറി ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അതിൻ്റെ നമ്മളുടെ ചോയ്സിന് ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. അവര് തരുന്ന സോൺ എടുക്കേണ്ടി വന്നു. അപ്പൊ നമുക്കിപ്പോൾ അവൈലബിൾ ആയത് സോൺ സോൺ 3 B കാറ്റഗറിയാണ്. സൗകര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ സൗകര്യങ്ങളുള്ള കാറ്റഗറിയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പിന്നെ എമൗണ്ടിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അതിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആരോഗ്യം നിലനിർത്താനും ഈ വർഷത്തെ ഹജ്ജിന് ഇനി 3-4 മാസം കൂടെ ഉണ്ട്. ആ സമയം വരെ നമുക്ക് നമ്മളുടെ ആഗ്രഹ സഫലീകരിച്ചുകൊണ്ട് തന്നെ ഹജ്ജിന് ആരോഗ്യത്തോടു കൂടി പോകാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് അമീറിന്റെ അനുവാദത്തോടു കൂടി കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അവസാനിക്കട്ടെ. നന്ദി പറഞ്ഞല്ലോ അല്ലെ? എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുല്ലാഹ്. അസ്സലാമു അലൈക്കും.